എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ആ സമയത്താണ് പ്രശാന്ത് ഉറക്കിൽ നിന്നുണർന്നു. പുറത്തുനിന്ന് ആരോ സംസാരം കേൾക്കുന്നു. തന്റെ ബ്ലാങ്കറ്റ് മാറ്റി അവൻ എഴുന്നേറ്റു. ബ്രഷ് പോലും ചെയ്യാതെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ആരായിരിക്കുമെന്ന സംശയത്തിൽ അവൻ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് അവന്റെ കാലുകൾ നിശ്ചലമായി. മാമൻ, ഈശ്വര! അവൻ തന്റെ കൈകൾ നെഞ്ചിൽ വെച്ചിട്ട് പിന്തിരിഞ്ഞു. അത് സരോജിനി കാണുകയും ചെയ്തിരുന്നു. ഡാ, ഇവിടെ വാടാ! അമ്മയുടെ വിളി പിന്നിൽ നിന്ന് കേട്ടതും അവനൊരു ഞെട്ടലോടെ നിന്നു. ഡാ, നിന്നോട് പറഞ്ഞേ ഇങ്ങോട്ട് വരാൻ! സരോജിനി വീണ്ടും വിളിച്ചു. അവനൊന്ന് തിരിഞ്ഞു. ഒരുതരം പരിഭ്രമത്തോടെ ഉമ്മറത്തേക്ക് നടന്നു. അവന്റെ നിഴലനക്കറിഞ്ഞതും മാധവൻ തലയുയർത്തി അവനെ നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചൊലിച്ചു. അവന്റെ മുഖമടക്കി മതിവരുവോളം അടിക്കാൻ അദ്ദേഹത്തിന്റെ കൈ ധരിച്ചു. പക്ഷേ അദ്ദേഹം അനങ്ങിയില്ല. സരോജിനി പറഞ്ഞ പോലെ രണ്ടുപേരും ഒരുപോലെ കുറ്റക്കാരല്ലേ? ഞാൻ പോകുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം പറഞ്ഞിട്ട് അവിടെ മറുപടിക്കോലിൽ നിൽക്കാൻ അദ്ദേഹം മുറ്റത്തേക്ക് ഇറങ്ങി. നിമിഷ നേരം കൊണ്ട് അദ്ദേഹം വണ്ടിയുമെടുത്ത് അവിടെ നിന്ന് പോയി. പ്രശാന്ത് അമ്മയെ നോക്കി അവിടെ നിന്ന് അകത്തേക്ക് നടന്നു. ഡാ, കൂടുതൽ അലറണ്ട, കേട്ടോക്ക് സത്യ പറ്റിപ്പോയി. അതിന് പ്രായശ്ചിത്തവും ചെയ്തോളാം. ഞാൻ അവളെ ഏറ്റെടുത്തോളാം. അമ്മയുടെ മാമൻ പറഞ്ഞ എന്താണെന്ന് പോലും അറിയില്ലെങ്കിലും അത്രയും പറഞ്ഞിട്ട് അവൻ തന്റെ റൂമിലേക്ക് പോയി. സരോജിനി ഇനി എന്ത് എന്ന സംശയത്തോടെ ആ നിൽപ്പ് കിടന്നു. കൃത്യസമയത്ത് തന്നെ മായ ഉറക്കിൽ നിന്നുണർന്നു. കണ്ണുകൾ വലിച്ചു തുറന്ന് അവൾ തന്റെ അരികിൽ ശാന്തമായി ഉറങ്ങുന്ന ഇന്ദ്രനെ നോക്കി. ഒരു നിമിഷം അവളുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു. അവന് സ്നേഹത്തോടെ നോക്കിയിട്ട് അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ നീളമുള്ള മുടി വാരിക്കെട്ടി. ശേഷം ബെഡിൽ നിന്നിറങ്ങി മാറ്റാനുള്ള ഡ്രസ്സും തോർത്തുമെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. കുളി കഴിഞ്ഞെത്തിയപ്പോഴേക്ക് ഇന്ദ്രൻ എഴുന്നേറ്റ് കണ്ണു തുറന്ന് കിടപ്പായിരുന്നു. അവളുടെ പെരുമാറ്റം അറിഞ്ഞതും തല ഉയർത്തി അവളെ നോക്കിയിട്ട് അവൻ കണ്ണുകൾ അടച്ചു. ഇന്നലത്തെ പിണക്കം തീർന്നില്ലേ ദൈവേ? സ്വയം പറഞ്ഞിട്ട് മായ ഈറമുടിയൊരു തോർത്തുമുണ്ടിനാൽ കെട്ടിവെച്ച് അലമാരത്തോടെ അല്പം സിന്ദൂരം നെറുകിൽ തൊട്ട് അവന്റെ അരികിലേക്ക് നടന്നു. ബെഡിലിരുന്നിട്ട് തന്റെ തണുത്ത കൈ കൊണ്ട് അവന്റെ മുഖത്ത് പതിയെ തലോടി. അവളുടെ കൈകളിലെ തണുപ്പ് പതിഞ്ഞതും അവൻ മുഖം തിരിച്ചു. മായ ഒരു ചിരിയോടെ അവന്റെ നെറ്റിയിൽ തന്റെ ചുണ്ടുകൾ അമർത്തി ചുംബനം നൽകി. ഒരു നിമിഷം അവൾ എഴുന്നേൽക്കാൻ നിന്നു. അവൾ ഇന്ദ്രൻ തന്റെ നെഞ്ചിലേക്ക് പിടിച്ചിട്ടു. അവന്റെ പിടിയിൽ അവൾക്കൊന്ന് എതിർക്കാനോ എഴുന്നേൽക്കാനോ പറ്റാത്ത അവസ്ഥയിൽ അവന്റെ നെഞ്ചിലേക്ക് വീണു. അവന്റെ കള്ളനോട്ടം സഹിക്കാനാവാതെ അവൾ തന്റെ മുഖം അവന്റെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചു. മായ, അവന്റെ സ്വരം കാതിൽ വന്നു പതിഞ്ഞതും അവളൊന്ന് മൂളി. ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഈ കണ്ണുകൾ നിറയോ? ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറ. അത് അവൾ പരിങ്ങി. പറവണ്ണേ? അവൾ പതുക്കെ മുഖമുയർത്തി അവനെ നോക്കി. ഇല്ല ഇന്ദ്രേട്ടാ, ഇനി ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് സങ്കടപ്പെടില്ല. ഉറപ്പാണോ? ഇന്ദ്രനെ ഒരു കുസൃതിയാൽ അവളെ നോക്കി. ഉറപ്പാ. അത് മതി. എന്നാ താഴേക്ക് ചെല്ലട്ടെ? ഇനി പിണക്കൊന്നുമില്ലല്ലോ? പിണക്ക് ഇനിയും ബാക്കിയുണ്ട്. കുറച്ചു നേരം എന്നെ കെട്ടിപ്പിടിച്ചിടന്ന് അത് മാറും. അയ്യടാ, ആ പിണക്ക് മനസ്സിലേക്കട്ടെ, അത് രാത്രി തീർത്തേരാം പറഞ്ഞിട്ട് അവനിൽ നടന്നു മാറി ഒന്ന് പുഞ്ചിരിച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങി. അത് കണ്ട ഇന്ദ്രന്റെ ചുണ്ടിലെ ഒരു പുഞ്ചിരി വിടർന്നു. ഓഫീസിലെത്തിയതും ശ്രീഹരി കാറിൽ നിന്നിറങ്ങി വേഗത്തിൽ തന്റെ ക്യാബിനിലേക്ക് കയറിപ്പോയി. പോകുന്ന വഴിയിൽ മാധവനെ കണ്ടതും പുഞ്ചിരിക്കാൻ അവൻ മറന്നില്ല. അങ്കിൾ മുന്നോട്ട് കടന്നുപോയ ശ്രീഹരിയെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ് മറ്റൊരു വിളി അദ്ദേഹത്തിന്റെ കാതിൽ പതിഞ്ഞത്. ആ ഇന്ദ്ര, എന്തെങ്കിൽ? ഏയ് ഒന്നുമില്ല മോനെ, ഞാൻ വെറുതെ ശ്രീയെ നോക്കിപ്പോയതാ. ഇന്ദ്രനൊന്ന് മൂളി. ഇന്ദ്ര, മായമോള്? മായക്ക് എന്താ അങ്കിൾ? ഒരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. അവളുടെ കാര്യത്തിൽ അങ്കിളിന് ഒരു പേടിയും വേണ്ട. സന്തോഷം മോനെ, എന്നാ മോൻ ചെല്ല്. അത്രയും പറഞ്ഞിട്ട് അദ്ദേഹം മുന്നോട്ട് നടന്നു. അദ്ദേഹത്തിന്റെ തളർന്നുള്ള പോക്കേണ്ടതും ഇന്ദ്രന്റെ ഹൃദയം വല്ലാതെ നീറി. സ്വന്തം മകളാൽ അദ്ദേഹം വല്ലാതെ ഉരുകുന്നു. മറ്റുള്ളവർക്ക് മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥ. മക്കൾ ചെയ്തു വെക്കുന്ന തെറ്റുകൾക്ക് എല്ലാവർക്കും ഇടയിൽ കൂടുതലും നാണം കിടന്ന് മാതാപിതാക്കളായിരിക്കും. എല്ലാം വിധി, അല്ലാതെ എന്ത് പറയാൻ? ഒരു നെടുവീർപ്പോടെ മനസ്സിൽ പറഞ്ഞിട്ട് ഇന്ദ്രൻ മുന്നോട്ട് നീങ്ങി. ശ്രീഹരി ഓഫീസ് ഡോർ തുറന്ന് അകത്തേക്ക് കടന്നു. വല്ലാത്തൊരു ഉന്മേഷം അവനെ പൊതിഞ്ഞു. ഗുഡ് മോർണിംഗ് സർ. എല്ലാവരും അവനെ കണ്ടതും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് തങ്ങളുടെ ജോലിയിലേക്ക് തിരിച്ചെല്ലാവർക്കും മോർണിംഗ് പറഞ്ഞിട്ട് അവൻ തന്റെ ക്യാബിന് നേരെ നടന്നു. കുറെ നാളുകൾക്ക് ശേഷം മനസ്സൊന്ന് ശാന്തമായ പ്രതീതി. തലക്കുള്ളിൽ അടിഞ്ഞുകൂടിയ കലാപങ്ങൾ ഓരോന്നായി അലിഞ്ഞു പോകുന്ന പോലെ. ഓഫീസിലെ പരിചിതമായ ശബ്ദങ്ങൾ, ഫയലുകളുടെ ഗന്ധം, റൂമിലെ AC-യുടെ കാറ്റിന് പോലും ഏറെ പുതുമ തോന്നി അവന്. തന്റെ ക്യാബിൻ ഡോർ വന്ന് അകത്തേക്ക് അടക്കവേ അവന്റെ മിഴികൾ അറിയാതെ ശ്രീലക്ഷ്മിയിലേക്ക് പാറി വീണു. കമ്പ്യൂട്ടർ മുന്നിലിരുന്ന് എന്തോ ശ്രദ്ധയോടെ ടൈപ്പ് ചെയ്യുകയായിരുന്നു അവൾ. വളരെ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ജോലിയിലാണ് ശ്രദ്ധയെങ്കിലും മുഖത്തൊരു പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു. സ്ക്രീനിലെ അക്ഷരങ്ങൾക്കിടയിൽ പോലും അവളുടെ മനസ്സിലെ ശാന്തത അറിയാതെ തെളിഞ്ഞിരുന്നു. ഓരോ കീ അമർത്തിലും ഉത്തരവാദിത്വത്തിന്റെ താളത്തിൽ. അങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ ശ്രീഹരിയുടെ ഉള്ളിൽ എന്തോ ഒന്ന് മൃദുവായി മാറി. പുഞ്ചിരി നിറഞ്ഞ ആ മുഖം അവന്റെ മനസ്സിൽ ഒരു നിമിഷം പോലും അനാവശ്യ ചിന്തകൾക്ക് സ്ഥലം കൊടുത്തില്ല. സർ, പെട്ടെന്ന് അനൂപിന്റെ വിളി വന്നു. ശ്രീഹരിയും തിരിഞ്ഞു. ഒരു അനൂപിന് നോക്കി പറഞ്ഞിട്ട് ശ്രീഹരി ഡോറിൽ നിന്ന് അകത്തേക്ക് കയറി.
നോക്ക്, ഇനിയെങ്കിലും നീ എൻ്റെ മോൻ്റെ വഴിയിൽ വരരുത്. ആ തളർന്നു കിടക്കുന്ന പാവം മനുഷ്യനെ നോക്കി നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കാൻ നോക്ക്. ചേച്ചി, ശാന്ത വേദനയോടെ വിളിച്ചു. ചേച്ചിയായാലും ചേട്ടനായാലും അപേക്ഷയോടെ പറയുക, ഇനിയും എൻ്റെ മോൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി അവൻ്റെ ജീവിതം ഇല്ലാതാക്കരുത്. ഇതൊരു അമ്മയുടെ വേദനയാ. അത് മനസ്സിലാക്കിയാൽ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ബാക്കി പറയാതെ സരോജിനി തിരിഞ്ഞടന്നു. രാവിലെ അമ്പലത്തിൽ വെച്ചായിരുന്നു സരോജിനി ശാന്തയെ കണ്ടത്. പ്രശ്നം എന്തായാലും ഇവിടം വരെയായി. ഇനിയിപ്പോൾ ശില്പയെ ഒഴിവാക്കാനും പറ്റില്ല. അവളെങ്കിൽ അവനൊരു ജീവിതം ഉണ്ടാവുമല്ലോ. നാട്ടുകാർ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന കാര്യങ്ങളിൽ നിന്നൊരു മോചനം കിട്ടും. ആ ശാന്തയിൽ നിന്ന് തന്റെ മകൻ എന്നേക്കുമായി രക്ഷപ്പെടുകയും ചെയ്യും. അതൊക്കെയായിരുന്നു ആ അമ്മ മനസ്സിൽ. അതുകൊണ്ട് തന്നെയാണ് അവനൊരു പെണ്ണിനെ പോയി കണ്ടെന്നും എത്രയും പെട്ടെന്ന് ആ വിവാഹം നടക്കുമെന്നും പ്രശാന്തിന്റെ അമ്മ ശാന്തിയോട് പറഞ്ഞത്. അമ്മേ, ആളുടെ കിടപ്പ് തന്നെയാണോ? രാവിലെ ഓഫീസിൽ പോകാൻ റെഡിയായി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കവേ മായി ചോദിച്ചു. അതേടാ, ഒരേ കിടപ്പ് തന്നെയാ. ഭക്ഷണം പോലും മര്യാദ കഴിക്കുന്നില്ല. ഓ, അത് ബുദ്ധിമുട്ടാവില്ലോ അമ്മേ. ഇവളൊന്നും നിരാഹാരം കിടക്കാൻ പോവാണോ? ആരോടാ അവിടെ വാശി? എനിക്കറിയില്ലടാ, ആകെ പിടിവിട്ട് നിൽക്കുക എൻ്റെ. അമ്മ വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ വൈകിട്ട് പോയി ശ്രേയെ വിളിച്ചിട്ട് കൊണ്ടുവരാം. ഞാൻ അവളോടുകൂടെ സംസാരിക്കാം. ശോഭയെന്ന് മൂളി. അല്ല അമ്മ, ഡോക്ടറെ കാണിക്കണ്ടേ? വേണം മോനെ, എനിക്കൊന്നും അറിയില്ല. അച്ഛനാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല. ആർ കണ്ണുകൾ തുടച്ചു. അമ്മ സങ്കടപ്പെടാതിരിക്കേ. ഞാൻ വൈകിട്ട് ശ്രേയം കൂട്ടി വരാം. എന്നിട്ട് നാളെ തന്നെ അവളെയും കൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോകും. മായി പറഞ്ഞുകൊണ്ട് ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റു. മായി, നീ ഒന്നും കഴിച്ചില്ലല്ലോ? മതിയമ്മേ, വിശപ്പില്ല. അവൻ അമ്മയെ നോക്കി വാഷ് ബേസിനരിയിലേക്ക് നടന്നു. മോളെ. വാത്സല്യത്തോടെ ആ വിളി അവിടെ കാതോരം പതിഞ്ഞും അവൾ കണ്ണുകൾ പതിയെ തുറന്നു. എഴുന്നേൽക്ക് മോളെ. മായി വീണ്ടും വിളിച്ചും ശില്പവതിക്ക് എഴുന്നേറ്റിരുന്ന അവനെ നോക്കി. നീയൊന്നും കഴിക്കുന്നില്ലെന്ന് അമ്മ പറഞ്ഞു. എന്തൊന്നും കഴിക്കാതെ ഇങ്ങനെ കിടക്കുന്നത്? അത് നിന്റെ ആരോഗ്യത്തിന് ദോഷം ചെയ്യൂലേ? എനിക്കൊന്നും വേണ്ട മയ്യേട്ടാ, വിശപ്പില്ല. പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? പട്ടി കിടന്ന് ചാവാനോ? ചാവുന്നീ ചാവട്ടെ, അതിലേട്ടാ നല്ലത്. ഓ, അപ്പൊ എല്ലാം അവസാനിക്കായിരിക്കും അല്ലേ? മായി വീണ്ടും വിളിച്ചും ശില്പ പതുക്കെ എഴുന്നേറ്റിരുന്ന അവനെയും നോക്കി. അതൊന്നും എനിക്കറിയില്ല. ഞാനെന്ന ബുദ്ധിമുട്ട് എല്ലാവർക്കും അവസാനിക്കും, അത് മാത്രം അറിയാം. നീ എന്തു പറഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഒരു ടെൻഷനായിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് സമയമായിട്ട് നിൽക്കണം. നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. അതൊന്നും വേണ്ട, ഞാൻ ഹോസ്പിറ്റലിലേക്കൊന്നും വരില്ല. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഇത്രയും നാൾ നിന്റെ ഇഷ്ടത്തിന് താല്പര്യത്തിലെല്ലാം നടന്നു. ഇനി അത് നടക്കില്ല. അതേ നടക്കുള്ളൂ. ശില്പ അലറി. വാശി പിടിക്കേണ്ട ശില്പ. ഇനി നിന്റെ ഇഷ്ടങ്ങൾ കാര്യങ്ങൾ വിട്ടുതരികയാണെങ്കിൽ ഇവിടെ അച്ഛനും അമ്മയും ഏട്ടനും ചേച്ചിയൊക്കെ എന്തിനാ? മായി ഗൗരവത്തോടെ പറഞ്ഞിട്ട് അവളെ നോക്കി. അമ്മേ, ഇവളുകൾ ഭക്ഷണം കൊണ്ടുവാ. ആ, ദാ വരുന്നു മായി. അല്പസമയത്തിനുള്ളിൽ അവൾക്കുള്ള ഭക്ഷണമായി ശോഭ റൂമിലെത്തി. ഇതാ കഴിക്ക്. മായി അമ്മയുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് വാങ്ങിയിട്ട് അവൾക്ക് നേരെ നീട്ടി. എനിക്കൊന്നും വേണ്ട. പറ്റില്ല, ഇനി കഴിച്ചേ പറ്റുള്ളൂ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആൾ മുഖം തിരിച്ചു. കഴിക്കണേ. മായിയുടെ ശബ്ദം ഉയർന്നു. അവന്റെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ടതും ശില്പയൊന്ന് പതറി. ആ ശബ്ദം ശില്പക്ക് പരിചിതമല്ലായിരുന്നു. തന്റെ കൂടെ എല്ലാത്തിനും കൂടെ നിന്ന ആ പഴയ മഹിയേട്ടനായിരുന്നില്ലത്. മറ്റൊരു മുഖവും ഭാവമായിരുന്നു ആ നിമിഷം അവനിൽ നിറഞ്ഞു നിന്നിരുന്നത്. അവന്റെ മുഖം കൂടുതൽ മുറുകിയതും അവന്റെ കയ്യിൽ നിന്ന് അവൾ ഭക്ഷണം അടങ്ങുന്ന പ്ലേറ്റ് വാങ്ങിയിരുന്നു. വിശപ്പ് അവളുടെ ഉള്ളിൽ നന്നായിട്ടുണ്ടായിരുന്നുവെങ്കിലും വാശിയും ദേഷ്യവും കാരണം ഭക്ഷണത്തിനോട് പോലും വെറുപ്പായിരുന്നു അവൾക്ക്. എങ്കിലും മൈയുടെ അപ്പോഴത്തെ ദേഷ്യം കണ്ടതും അവന്റെ മുഖത്തേക്ക് നോക്കി മിഴികൾ നിറച്ചുകൊണ്ട് അവൾ ആ ഭക്ഷണം മുഴുവൻ ആർത്തിയോടെ കഴിച്ചു. നല്ല കുട്ടി. ശില്പ കഴിച്ചു കഴിഞ്ഞതും മായി അവളെ വിട്ട് എഴുന്നേറ്റു. എന്നാമേ, ഞാൻ ഇറങ്ങുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്. ആ മോനെ, വിളിക്കാം. അവൻ അമ്മയെയും ശില്പയും നോക്കിയിട്ട് പുറത്തേക്ക് നടന്നു. ശോഭ അവളെയും പിടിച്ച് ബാത്റൂമിലേക്ക് നടന്നു. ഡാ, ഞാൻ കേട്ട് സത്യമാണോ? വൈകിട്ട് ശാന്തയുടെ വീട്ടിലേക്ക് ഇറങ്ങിയതായിരുന്നു പ്രശാന്ത്. 2 ദിവസമായിട്ട് അവിടെ കോളുകൾ അവൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ പിണക്കമൊക്കെ തീർക്കാനായിട്ട് ഇറങ്ങിയതാണ് അവൻ. അവിടെ വീട്ടിലെത്തി സിറ്റുള്ളിലേക്ക് കയറിയതും അവളുടെ ചോദ്യം കേട്ട് അവൻ അമ്പരപ്പോടെ നോക്കി. ഡാ, അവനെ നോട്ടം കണ്ട് വീണ്ടും അവൾ വിളിച്ചു. എന്താടി? നീ മാർ, ഞാൻ പ്രഭാകരേട്ടനും നോക്കട്ടെ. പറ്റില്ല, ഞാൻ ചോദിച്ച കാര്യത്തിലുള്ള മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. എന്ത് കാര്യം? നീ എന്താ അറിഞ്ഞെന്ന് എനിക്കറിയോ. അറിഞ്ഞ കാര്യം പറഞ്ഞാലേ സത്യമാണോ കളവാണെന്ന് പറയാൻ പറ്റുള്ളൂ. നിന്റെ വിവാഹം ഉണ്ടോ? വിവാഹോ? അതെ, വിവാഹം. നിന്നോട് ആര് പറഞ്ഞു? നിന്റെ അമ്മ രാവിലെ എന്നെ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോഴാ പറഞ്ഞു നീ ഏതോ പെണ്ണിനെ പോയി കണ്ടെന്നും ഉടനെ ആലോചന ഉറപ്പിക്കുന്നു. പ്രശാന്ത് ഒന്ന് നെടുവീർപ്പെട്ടു. ഭാഗ്യം. ആളാരാണെന്നും ബാക്കിയുള്ള പ്രശ്നങ്ങളും അറിഞ്ഞില്ല. എന്താണ് നിനക്കൊരു ടെൻഷൻ? ഏയ്, ഒന്നുമില്ല. അപ്പൊ നീ എന്നോട് പറയാ പെണ്ണൊക്കെ പോയി കണ്ടുവല്ലേ? അതിരിക്കട്ടെ, ആരാ? എവിടുന്നാ പെണ്ണ്? അത് അമ്മയുടെ പരിചയത്തിലുള്ളൊരു പെണ്ണാ. അമ്മയുടെ നിർബന്ധം കൊണ്ട് പോയി കണ്ടതാ, അല്ലാതെ എന്റെ താല്പര്യം കൊണ്ടല്ല. മനസ്സിലായി. കുറച്ച് ദിവസങ്ങളായിട്ട് ഫോൺ എടുക്കാതിരിക്കും ഇങ്ങോട്ട് വരാതിരിക്കുകയും ചെയ്യുന്നുണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് നിന്റെ താല്പര്യം കൊണ്ട് നടക്കുന്നല്ലെന്ന്. നീ അങ്ങനെയല്ല. നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ടടാ, നീ നിന്റെ അമ്മയും പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. ആ കേട്ടൊക്കെ തന്നെ ധാരാളം. അല്ല, നീ ആ പെണ്ണിനെ വിട്ടോ? ആ ശില്പയെ? അവനൊന്നും മിണ്ടിയില്ല.
എല്ലാവരെയും ഒരേപോലെ കൊണ്ടുപോകാനുള്ള പ്ലാനിങ് ആണല്ലേ, കൊള്ളാം. ആളുടെ മുഖത്തൊരു പൂച്ചച്ചിരി നിറഞ്ഞു. വേഗം പോവാൻ നോക്ക്, ആ നിനക്ക് നല്ലേ. ഡീ, പ്രശാന്ത് ഒരു ഞെട്ടിലോടെ അവളെ നോക്കി. പോവാൻ നോക്ക് പ്രശാന്തേ, പക്ഷെ ഒരു കാര്യം ഓർമ്മയിലിരിക്കട്ടെ, നീ ഏത് പെണ്ണിനെ കിട്ടിയാലും കുഴപ്പമില്ല, പക്ഷെ അവളുടെ കൂടെ രാത്രി പോലും നീ സന്തോഷത്തോടെ ഉറങ്ങില്ല, ഓർത്തു വെച്ചോ. അത് പറഞ്ഞിട്ട് ശാന്ത അകത്തേക്ക് നടന്നു. പുറത്ത് നിൽക്കുന്ന അവനെ നോക്കി അവൾ വാതിൽ വലിച്ചടച്ചു. പ്രശാന്ത് വല്ലാത്തൊരു ഞെട്ടലോടെ തറഞ്ഞു നിന്നു. അമ്മേ, ഞാൻ പോയി തരാം. വൈകിട്ടുമായി ശ്രേയയും കൂട്ടി വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതും ശ്രേയ യാത്ര പറയാനായി അമ്മയ്ക്കരികിലെത്തി. പോയി വാ. പിന്നെ ഈ ഒരു കാരണം കൊണ്ട് നിനക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉടനെ നീങ്ങി പോന്നേക്കണം. എൻ്റെ അമ്മേ, അങ്ങനെയൊന്നും പെരുമാറുന്ന ആളുകളല്ല അവർ. അമ്മയ്ക്ക് ഇപ്പോഴും ആ വീട്ടുകാരെ മനസ്സിലായില്ലേ? ശില്പ അങ്ങനെയാണെന്ന് കരുതി ആ കുടുംബത്തെ ഒന്നാ കുറ്റപ്പെടുന്നത് ശരിയല്ല. വൈകിയാണെങ്കിൽ എനിക്കത് മനസ്സിലായി, പക്ഷേ ഇപ്പോഴും അമ്മയ്ക്കത് മനസ്സിലായില്ല. ഞാനവിടുത്തെ മരുമകളല്ല, മകള് തന്നെയാ. അതേപോലെ ഇവിടെയുണ്ട് മകളെപ്പോലെ ഒരു മരുമകള്, എൻ്റെ ഏട്ടൻ്റെ ഭാര്യ മായേച്ചി. ആ പാവത്തിന് ഇനി അമ്മ വേദനിപ്പിക്കരുത്. അത്രയും പറഞ്ഞിട്ട് ശ്രേയ പുറത്തേക്ക് നടന്നു. ദിവസങ്ങൾ പതിയെ നീങ്ങി. ശ്രേയ വീട്ടിലെത്തിയതും അമ്മയും അവളും കൂടെ നിർബന്ധിച്ച് ശില്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആദ്യമൊക്കെ അവൾ ഹോസ്പിറ്റലിൽ പോകുന്നതിനെ എതിർത്തെങ്കിലും മയുടെ കാര്യമായ ഇടപെടൽ കൊണ്ട് അതിന് തയ്യാറായി. അച്ഛനാണെങ്കിൽ ആ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഓർക്കാറേയില്ല. ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹം. രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് തിരിച്ചു വരും. അല്ലാതെ ശില്പയുടെ കാര്യങ്ങൾ അധികമൊന്നും അദ്ദേഹം തിരക്കാറില്ല. അച്ഛൻ്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് തന്നെ മായി കാര്യങ്ങളെല്ലാം നോക്കി. കൂടെ 1-2 തവണ മായയും വന്നിട്ട് പോയി. മായയുടെ കൂടെ ഇന്ദ്രൻ വീട്ടിൽ വരാറുണ്ടെങ്കിലും അവൻ ആ ഭാഗത്തേക്ക് നോക്കാറ് പോലുമില്ല. അതിനിടയിൽ ശ്രീമംഗലത്ത് ശ്രീഹരിയുടെ ഒരു ഫ്രണ്ട്, ഒരു വക്കീലുണ്ട്, അഡ്വക്കേറ്റ് അശോക് വർമ്മ. അവനോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് ഇനിയൊരു ജീവിതം ഉണ്ടാവില്ലെന്നും അതിന്റെ കാര്യകാരണങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കിട്ടാൻ കോടതിയിൽ സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ശ്രീഹരിയുടെ തലയിൽ നിന്ന് ശില്പ എന്ന ബാധ്യത ഒഴിവാക്കി കിട്ടാനായിരുന്നു ശ്രീമംഗലത്തുള്ളവരുടെ ആഗ്രഹം. അതുകൊണ്ട് കാര്യങ്ങൾ അശോക് അതിന്റെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ശ്രീഹരിയാണെങ്കിൽ ഇപ്പോൾ പുതിയൊരു മനുഷ്യനാണ്. പണ്ടത്തെ അവന്റെ ചിരിയും കളിയും ഒരുപോലെ തിരിച്ചു വന്നിരിക്കുന്നു. വീട്ടിലെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. മായയുടെ ഉള്ളിൽ ശില്പ ഒരു നോവായിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും മുമ്പിൽ അവളും സന്തോഷവതിയാണ്. ശ്രീഹരിയുടെ അമ്മ ഇപ്പോൾ പഴയതുപോലെ മായയോട് ദേഷ്യമൊന്നും കാണിക്കാറുമില്ല. ഉമയും അതേപോലെ. ശില്പ പോയതോടെ എല്ലാവരിലും വല്ലാത്തൊരു മാറ്റം വന്ന പോലെയായിരുന്നു. ശ്രീഹരിയുടെ ക്യാബിന് മുമ്പിലെത്തി ശ്രീലക്ഷ്മി ഒരു നിമിഷം നിന്നു. മുമ്പെങ്ങുമില്ലാത്തൊരു വിറയിൽ അവളുടെ ഉള്ളിലാകെ പടർന്നു. ഇടയ്ക്കിടെ അവളിലേക്ക് പതിഞ്ഞിരുന്ന ശ്രീഹരിയുടെ നോട്ടം അവളുടെ ഉള്ളിൽ വല്ലാത്ത ഭാരം സൃഷ്ടിച്ചിരുന്നു. മുഖമൊന്ന് നേരെയാക്കി ശ്വാസം നിയന്ത്രിച്ച് അവൾ ഡോറിലേക്കും നോക്കി. സർ, മേ കമിൻ? ശ്രീഹരി തന്റെ സിസ്റ്റത്തിലും തലയൊന്നുയർത്തി. യെസ്, കം. അകത്തുനിന്ന് ശ്രീഹരിയുടെ സ്വരം കേട്ടതും ഡോർ തുറന്ന് ശ്രീലക്ഷ്മി അകത്തേക്ക് കയറിയതും ഡോറ് പിന്നിൽ നടഞ്ഞത് അവളൊന്ന് ഞെട്ടി. എന്താണോ ഞെട്ടിയത്? ശ്രീഹരിയുടെ ചോദ്യം കേട്ടതും ലക്ഷ്മി ഒരു നിമിഷം വാക്കുകൾക്കായി പരതി. അത് ഒന്നുമില്ല സർ, ഡോർ പെട്ടെന്ന് അടഞ്ഞപ്പോൾ ഞെട്ടിപ്പോയതാ. ആ, ഓക്കെ സർ. ഫയല്? അവൾ തന്റെ കയ്യിലെ ഫയൽ ശ്രീഹരിക്ക് നേരെ നീട്ടി. ശ്രീഹരി ഒരു നിമിഷം അവളെയും നോക്കി. പിന്നെ ഫയൽ വാങ്ങിയതിലെ പേപ്പറുകൾ പതുക്കെ മറിച്ചു. സിഗ്നേച്ചർ ഇടുമ്പോൾ അവന്റെ കണ്ണുകൾ പേപ്പറിലായിരുന്നുവെങ്കിലും മനസ്സ് അവളിലായിരുന്നു. ഫയൽ തിരികെ നീട്ടിയപ്പോൾ ശ്രീലക്ഷ്മി അത് വാങ്ങി അവനെ നോക്കുപോലും ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങി. ശ്രീഹരി ഒരു പുഞ്ചിരിയോടൊന്ന് പിന്നോട്ട് ചാഞ്ഞിരുന്നു. കയ്യിലുണ്ടായിരുന്ന പേനാവും പതുക്കെ തിരിച്ച്. തന്റെ ഉള്ളിൽ വന്നു ചേരുന്ന മാറ്റം അവന് മനസ്സിലാക്കാനേ കഴിഞ്ഞില്ല. താൻ പോലും അറിയാതെ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നു. അവൻ തലകുടഞ്ഞു. ശേഷം തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. ശ്രീലക്ഷ്മിയും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ക്യാബിന്റെ ഡോർ പിന്നിലടഞ്ഞതും ലക്ഷ്മിയുടെ നെഞ്ചിൽ പൂട്ടിവെച്ചിരുന്ന ശ്വാസം പതുക്കെ പുറത്തേക്ക് ഒഴുകി. കോറിഡോറിലൂടെ നടന്നു നീങ്ങുമ്പോൾ കാലുകൾ മുന്നോട്ട് പോകുന്ന ശരീരമായിരുന്നുവെങ്കിലും മനസ്സ് പിന്നിലായിരുന്നു. നോ, ഇത് ശരിയല്ല, ഒന്നും ശരിയല്ല. ആൾ മനസ്സിൽ പറഞ്ഞ് തലയൊന്ന് വെട്ടിച്ച് വേഗത്തിൽ മുന്നോട്ട് നടന്ന് തന്റെ സീറ്റിലേക്ക് ചെന്നിരുന്നു. അതെ സത്യേട്ടാ, ഞാൻ കാര്യം പറയട്ടെ. എന്താടി, നീ പറ. ഒരു ഭാഗത്ത് ഫോണിൽ മിഥുൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകുട്ടിയും അമ്മ എന്താണ് പറയാൻ പോകുന്നതെന്നറിയാൻ ഫോണിൽ നിന്ന് മുഖമുയർത്തി അമ്മയെയും അച്ഛനെയും നോക്കി. വേറെ ഒന്നുമല്ല, സ്ത്രീയുടെ കാര്യം ഏതാണ്ട് എല്ലാം തീരുമാനമായ പോലെയാ. എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടുകയും ചെയ്യും. അപ്പം എൻ്റെ മനസ്സിലൊരാഗ്രഹം. എന്താഗ്രഹം? സത്യൻ ഉമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അത് അവരൊന്നും പരിങ്ങി. എന്താടി? സത്യന്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു. അത് ശ്രീഹരിക്ക് നമ്മുടെ മോളെ ഒന്ന് ആലോചിച്ചാലോ എന്ന്. വീട്ടിലെല്ലാവരോടും സംസാരിച്ചാൽ ആർക്കും എതിരഭിപ്രായമൊന്നും ഉണ്ടാവില്ല. സത്യേട്ട എന്തു പറയുന്നു? അമ്മേ! ശ്രീകുട്ടിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. എന്താടി, നല്ലൊരു കാര്യമല്ലേ? പിന്നെ നല്ല കാര്യം. അമ്മ എന്നിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിക്കൊണ്ട് നടക്കുന്നത്? ഞാനും ശ്രീയേട്ടനും നമ്മുടെ ബന്ധം നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണോ അമ്മ ഈ മണ്ടത്തിലൊക്കെ എഴുന്നള്ളിക്കുന്നത്? മോളെ, ഇന്ദ്രനെ നീ ഒരുപാട് ആഗ്രഹിച്ചല്ലേ? അവനെ പോലെ അല്ലേ ശ്രീഹരിയും? അല്ല. ശ്രീകുട്ടിയുടെ ശബ്ദം ഉറച്ചതായിരുന്നു. ഇന്ദ്രേട്ടൻ വേറെ. ഇന്ദ്രേട്ടൻ ഞാൻ ആഗ്രഹിച്ചു എന്നത് സത്യ. പക്ഷെ അതിൽ പകുതിയിലേറെ പങ്കും അമ്മയ്ക്ക് തന്നെയാ. അല്ലാതെ ഒരു ദിവസം അങ്ങ് പോയിട്ട് ഇന്ദ്രേട്ടൻ ഇഷ്ടപ്പെട്ടൊന്നുമല്ല. പക്ഷേ ശ്രീയേട്ടൻ എനിക്ക് അങ്ങനെയല്ല. എനിക്കെൻ്റെ സ്വന്തം ഏട്ടനാണ് ശ്രീയേട്ടൻ. ആ ഏട്ടനെ മറ്റൊരു തരത്തിൽ കാണാൻ ഈ ജന്മം എനിക്ക് കഴിയില്ല. അമ്മയല്ല, അതിന്റെ പിന്നിൽ മറ്റാര് പറഞ്ഞാലും. ശ്രീകുട്ടിയെ നെടുവീർപ്പോടെ നിർത്തി. മോളെ! അച്ഛൻ എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. അച്ഛാ.
അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഏയ് ഇല്ലടാ, ഒന്നുമില്ല. അമ്മ പറഞ്ഞൊന്നും മോള് കാര്യാക്കണ്ട, വിട്ടേക്ക്. ശ്രീകുട്ടി, നീ ഒന്നുകൂടെ ആലോചിക്കുമോളെ, ഉമ്മ വീണ്ടും പറഞ്ഞു. ശ്രീകുട്ടിയുടെ മുഖം വലിഞ്ഞു മുറുകി. അമ്മേ, ദയവായിട്ട് ഈ സംസാരം വിളിച്ച് നിർത്തിക്കോ, അതാ അമ്മയ്ക്ക് നല്ല. അവളുടെ ശബ്ദം ചെറുതായി വിറച്ചു, പക്ഷെ വാക്കുകൾ ഉറച്ചതായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.